നമ്മളിനി ചേലക്കരയിലേക്ക് പോകുന്നു. അവിടെ പാഞ്ഞാൾ പഞ്ചായത്തിൽ പെടുന്ന പൈങ്കുളം എന്ന സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ വിപിൻ സി വിജയൻ പുതിയ അപ്ഡേറ്റുകളുമായി ചേരുന്നത്. വിപിൻ, ഇപ്പോഴുള്ള പൈങ്കുളം മേഖലയിലൊക്കെ തന്നെ വോട്ടിംഗ് രേഖപ്പെടുത്താൻ ഇനിയും സമ്മതിദായകർ ബാക്കിയുണ്ടോ? എനിക്ക് തോന്നുന്നു 61% പാഞ്ഞാൾ പഞ്ചായത്തിലൊക്കെ അവസാനഘട്ട പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ പോളിംഗ് ചെയ്യാൻ എത്രമാത്രം ആൾക്കാർ ബാക്കിയുണ്ട് വോട്ട് രേഖപ്പെടുത്താൻ? എന്താണ് അവിടുത്തെ സാഹചര്യം? പ്രജിൻ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് 50ാമത്തെ ബൂത്തിലാണ്. അവിടെ ഒരു കുറച്ചാളുകൾ കൂടി ഇനിയും വോട്ട് രേഖപ്പെടുത്താനുണ്ട്. സ്ത്രീകളാണ് കൂടുതലും. ആ നീണ്ട നിര നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ ആളുകളുടെ ഒരു വരവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്രാവശ്യം എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. കാരണം 7 മണിക്ക് വോട്ടിംഗ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഒരുപക്ഷെ 6 മണി മുതൽ തന്നെ സ്ത്രീകളുടെയും അതുപോലെ തന്നെ പുരുഷന്മാരുടെയൊക്കെ വലിയ ഒരു ക്യൂ എല്ലാ ബൂത്തുകളിലും, പ്രത്യേകിച്ച് പാഞ്ഞാൾ പഞ്ചായത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ ഞാൻ രാവിലെ മുതൽ തന്നെ ഇവിടെയൊക്കെ സന്ദർശിക്കുന്നുണ്ട്, ഈ സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ തന്നെ എല്ലായിടത്തും നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. അത് ഈ ഒരു നിമിഷം വരെ അതുപോലെ തുടർന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ബൂത്തിൽ 1425 വോട്ടുകളാണ് ഉള്ളത്. അതിൽ 1100 എണ്ണവും ഇതിനോടകം തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനിയുള്ള ഒരു 300ഓളം വോട്ടുകളുണ്ട്. ആ 300ഓളം വോട്ടുകൾ പരമാവധി ഉറപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഉള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇപ്പോൾ ഈ സ്ലിപ്പ് കൊടുക്കുന്ന ബൂത്തുകളൊക്കെ സജീവമായി തന്നെ ഈ പ്രദേശത്തും പ്രവർത്തിക്കുന്നുണ്ട്. കിള്ളിമംഗലത്ത് സ്കൂളുണ്ട്. അവിടെ 1375 വോട്ടുകളാണുള്ളത്. അതിൽ ഇതിനോടകം തന്നെ 1150 വോട്ടുകളോളം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 70% മുകളിലേക്ക് ആ പ്രദേശങ്ങളിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഔദ്യോഗിക കണക്ക് പ്രകാരം 60ന്റെ മുകളിലാണ് പാഞ്ഞാൾ പഞ്ചായത്തിൽ മാത്രം ഉള്ള കണക്കെടുത്ത് പറയുകയാണെങ്കിൽ. ഒപ്പം തന്നെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 2024 72% ചേലക്കരയിലെ വോട്ടിംഗ് ഉണ്ടായിരുന്നത്. അത് സ്വാഭാവികമായിട്ടും ഇതിനോടകം തന്നെ അത് കവർ ചെയ്ത് പോയിട്ടുണ്ടാകും. ഇതിനു മുൻപുണ്ടായിരുന്ന 2019 79% വോട്ടിംഗ് ശതമാനം ചേലക്കരയിൽ ഉണ്ടായിരുന്നെങ്കിൽ സമാനമായ ആ ഒരു നിലയിലേക്ക് പോകുമെന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു മാസമായി തുടരുന്ന സജീവമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം, അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിൽ അത് ജനങ്ങളിലേക്ക് അത്രത്തോളം ആഴ്ന്നിറങ്ങി എന്നതിൻ്റെ ഒരു തെളിവാണ് ഇത്ര രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്ന ആളുകളുടെ ഒരു ഫ്ലോ. അത് ഇത്ര സമയം വരെയും ഒരുപോലെ തുടർന്നു എന്നുള്ളതാണ്. ഞാൻ ഈ നിൽക്കുന്നത് ഒരു പ്രശ്നബാധിത ബൂത്ത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്രസേനയെ ഇവിടെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. മറ്റ് വെബ്കാസ്റ്റിംഗ് അടക്കമുള്ള സംവിധാനങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. നമ്മൾ കാണുന്നത് 51ാമത്തെ ബൂത്താണ്. അവിടെ ഏറെക്കുറെ ഇതിനോടകം തന്നെ വോട്ടിംഗ് എല്ലാം തന്നെ കഴിഞ്ഞിരിക്കുന്നു. 958 വോട്ടുകൾ ഇതിനോടകം അവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പൈങ്കുളം സ്കൂളിലുണ്ട്. ഈ സ്കൂളിൽ കൂടി കുറച്ച് തിരക്കുണ്ടെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. മറ്റെല്ലാ ഇടങ്ങളിലും അതിൻ്റെ ഏറ്റവും അന്തിമ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. എവിടെയും ഒരു നീണ്ട നിര അല്ലെങ്കിൽ എന്തെങ്കിലും തകരാർ, ഈ വോട്ടിംഗ് മെഷീനിലുള്ള തകരാർ, അത്തരത്തിലുള്ള യാതൊരു പ്രശ്നവുമില്ല. വളരെ സമാധാനപരമായി തന്നെ ഇവിടെയും അതുപോലെ തന്നെ മുള്ളൂർക്കര പ്രദേശങ്ങളിൽ വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നുള്ളത്, ഈ മുള്ളൂർക്കര പ്രദേശത്ത് അവിടുത്തെ LDFന്റെയും UDFന്റെയും കൊടിത്തോരണങ്ങൾ എടുത്തതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർ ഏകപക്ഷീയമായി പെരുമാറുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്കുതർക്കം ഉണ്ടായിരുന്നു. അതിൽ ചെറിയ കയ്യാങ്കളിയിലേക്കൊക്കെ തുടക്കത്തിൽ എത്തിയിരുന്നു. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റൊരു അനിഷ്ട സംഭവങ്ങളും ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. വളരെ ആശ്വാസകരവും സമാധാനപരവുമായിട്ടാണ് ഇതുവരെയും വോട്ടിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും വളരെ കുറച്ച് ആളുകളെ കൂടി ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർക്ക് ഇപ്പോൾ ചലാൻ കൊടുത്തതിന് ശേഷം അകത്തേക്ക് വോട്ടിങ്ങിനുള്ള എല്ലാ സഹായവും ചെയ്യാനാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. എല്ലാവരും തന്നെ, മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഈ അവസാന ഘട്ടത്തിൽ ഇവിടെ കൂടി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ശരി വിപിൻ, ചേലക്കര മണ്ഡലത്തിലെ പാഞ്ഞാൾ പഞ്ചായത്തിലെ പൈങ്കുളത്ത് നിന്നുമാണ് വിപിൻ സി വിജയൻ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നൽകിയത്. സമാധാനപരമായിരുന്നു. അവിടെ പ്രശ്നബാധിത ബൂത്തിൽ നിന്നാണ് ഇപ്പോൾ വിപിൻ സംസാരിച്ചത്. അവിടെയൊക്കെ പ്രശ്നരഹിതമായിരുന്നു കാര്യങ്ങൾ എന്നാണ് വിപിൻ നൽകിയ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ.